ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ ബാംബിനോയുടെ ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഈ പൊടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ പാലൊഴിച്ചാണ് കുഴയ്ക്കുന്നത്. നിങ്ങൾക്ക് വെള്ളമൊഴിച്ച് വേണമെങ്കിലും കുഴച്ചെടുക്കാം. പാൽ കുറേച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം. പാൽ കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ലൂസായി പോവും. ഇനി ഇത് കുറച്ച് നേരം നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കുറവ് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാനി തിളച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി മാവെടുത്ത് നമുക്കതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. തീരെ ചെറിയ ഉരുളകളാക്കി വേണം മാറ്റി വയ്ക്കേണ്ടത്. നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ അത് വലുതാവും. പിന്നീട് പഞ്ചസാര പാനിയിലിടുമ്പോൾ കുറച്ചും കൂടി വലുതാവും. അതുകൊണ്ട് എത്രയും ചെറുത് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാം ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗ ഓണാക്കി വെക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കണം. മറിച്ചിട്ട് കൊടുക്കണം. 1 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ പഞ്ചസാര പാനി തണുത്തിട്ടുണ്ട്. അതുപോലെ ഗുലാബ് ജാമുന് തണുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.